പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ, അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നല്ലോ. ക്യാപ്റ്റൻ ആയതാണ്. ക്യാപ്റ്റൻസിയിലും അധികം പെർഫോമൻസ് ചെയ്യാനൊരു ടൈം പീരീഡ് പുള്ളിക്ക് കിട്ടിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എവിക്ഷൻ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതല്ല, അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. പക്ഷെ എന്നാലും സന്തോഷമുണ്ട്. നിന്ന് അത്രയും ദിവസം പലരും ഇപ്പം മറ്റു പലരും ആയിരുന്നു പുറത്താവേണ്ടിയിരുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ തോന്നിയിരുന്നു. ആണല്ലോ അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. നിങ്ങൾ എന്താ പറയുന്നത്? സാബുമോൻ ഇതൊരു ഫെയർ ആയിട്ടുള്ള എവിക്ഷൻ ആയിരുന്നോ? അല്ല, തീർച്ചയായിട്ടും അല്ല. കാരണം ഇപ്പോൾ സാബുമോനൊക്കെ ഇപ്പോൾ 2-3 ഫസ്റ്റ് വീക്ക് തന്നെ പുറത്താവുന്ന പ്രതീക്ഷിച്ചിട്ട് ഇപ്പോഴും തുടരുവാണ്. അപ്പോൾ അതിനോടൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അതിനോടുള്ള പ്രതികരണം പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് പറയാനുണ്ട്, ഇതിനുള്ള പിന്നിലുള്ള കാര്യങ്ങൾ. അത് നമ്മൾ എക്സ്ക്ലൂസീവിലായിരിക്കും പറയാം. ഈ സാബുമോന്റെ ഒരു PR പരിപാടി ആയിരിക്കും, അല്ലെങ്കിൽ ഇത് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? PR പരിപാടിയാണ് എന്താന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ പറയാം. അല്ലെങ്കിൽ ഇപ്പൊ ജിഷേട്ടൻ ഈ പറയുന്ന പോലെ നല്ല ആക്റ്റീവ് ആയിരുന്നു. നമുക്കാണേലും കാണാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പെർഫോമൻസ് പുള്ളി ചെയ്യുന്നുണ്ടായിരുന്നു. അതേസമയം സ്ക്രീൻ സ്പേസ് പോലും ഇല്ലാതെ പലരും അതിനകത്ത് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനോടൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അതിനോടൊക്കെ അതാ ഞാൻ പറഞ്ഞത്, ഒരുപാട് ഇതിൻ്റെ പിന്നിൽ കാര്യങ്ങൾ പറയാനുണ്ട്. അതിപ്പോൾ ഇവിടെ പറയാനുള്ള കാര്യമല്ല. ജിഷേട്ടൻ ഇപ്പോൾ പോകുമ്പോൾ ഈ പറയുന്ന പോലെ 100 ദിവസം നിൽക്കും എന്നുള്ള ഒരു ഇതിലായിരുന്നു. അങ്ങനെ 100 ദിവസം നിൽക്കും എന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ ഇപ്പം ഇറങ്ങേണ്ട ആളല്ലായിരുന്നു, ഡെഫിനറ്റ്ലി ഇപ്പം ഇറങ്ങേണ്ട ആളല്ലായിരുന്നു. ഇനിയും ഒരു 2 ആഴ്ച കൂടി മിനിമം നിൽക്കേണ്ട ഒരാളായിരുന്നു. ഷോക്കല്ല, കാരണം വോട്ടിങ്ങിൽ താഴേക്ക് വരുമ്പോൾ നമ്മൾ കഥ അറിയുന്നുണ്ടല്ലോ. അപ്പോൾ എക്സ്പെക്റ്റഡ് ആയിരുന്നു ഇറങ്ങും എന്നുള്ളത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. എല്ലാം നല്ലതിന്. അതൊന്നും ഇപ്പൊ പറയുന്നില്ല. അതൊക്കെ എല്ലാം ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾക്ക് ഇന്റർവ്യൂ കൊടുക്കാനുള്ളതാ. ഞാൻ ഹാപ്പിയാണെന്ന് കണ്ടപ്പോ ചേട്ടന് ഹാപ്പിയാണ്. ചേട്ടൻ, ഞാൻ ഇന്നത്തെ എപ്പിസോഡ് കണ്ടില്ല. ചേട്ടൻ എവിക്റ്റ് ആയ എപ്പിസോഡ് ഞാൻ കണ്ടിട്ടില്ല. ഏട്ടും ഞാനത് കാണില്ല, എനിക്കത് കാണണ്ട. എന്നെ സംബന്ധിച്ചിടത്തോളം ചേട്ടൻ പോയി ആദ്യം ആൾക്കാർക്ക് വെറുപ്പുണ്ടായിരുന്നുവെങ്കിലും എനിക്ക് ഇന്ന് വന്ന പേഴ്സണൽ മെസ്സേജസും ഒരുപാട് അങ്ങനെ തന്നെയായിരുന്നു. അതായത് ഒത്തിരി ഇഷ്ടമല്ലായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ, പിന്നീട് ഭയങ്കര ഇഷ്ടമായി തുടങ്ങിയപ്പോഴാണ് ആള് എവിക്റ്റ് ആയത് എന്നുള്ളത്. അത് മതി, നല്ല പേരുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും. എത്തി പിന്നെ ലഗേജസ് ഒക്കെ എടുത്തിട്ടായിരുന്നു. ഇറങ്ങിയുള്ളൂ. എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് ഡിലേ ആയിരുന്നു. ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയിരുന്നു. ഞാൻ ലൊക്കേഷനിലേക്ക് എൻ്റെ കൈയൊക്കെ എന്നുവെച്ചാൽ ചേട്ടൻ കുറേ ദിവസം വിളിക്കാറുണ്ട്. വിളിച്ചെടുക്കുക സ്ഥലം അയച്ചിട്ട് ഞാൻ ഒരു ചാറുമ്പോഴോട് അയച്ചു കൊടുക്കുക. എൻ്റെ കൈയൊക്കെ വിറക്കി പോകും. ഞങ്ങൾ എനിക്കവിടെ റിലേഷൻഷിപ്പിലായിട്ട് ആദ്യമായിട്ടാണ് മാറി നിൽക്കുന്നതും 1 മണിക്കൂർ ഒരു പ്രാവശ്യം വിളിക്കും. അങ്ങനെയാണ്. എൻ്റെ അടുത്ത് ജിഷാൻ ഇറങ്ങി ഉടനെ ചോദിച്ചു, ലാലേട്ടൻ നിനക്ക് ബർത്ത്ഡേ വിഷ് ചെയ്തു, അത് കണ്ടോ? അതൊന്നും കണ്ടില്ല, അതൊന്നും കിട്ടിയില്ല. ഇല്ല, ജിഷാനിട്ട് അതൊന്നും തന്നില്ല. ചിലപ്പോൾ അവർ വിട്ടിട്ടുണ്ടാവും, നമ്മൾ മിസ് ചെയ്തതായിരിക്കും മേ ബി. അതൊന്നും കിട്ടിയില്ല. പ്രവീൺ പറഞ്ഞ ആ സിക്വനും കിട്ടിയില്ല. നിങ്ങൾ വിഷ് ചെയ്തതും കിട്ടിയില്ല, ലാലേട്ടൻ വിഷ് ചെയ്തതും കിട്ടിയില്ല. ആകെ കിട്ടിയത് ജിഷാനം പേഴ്സണലി പറഞ്ഞൊരു സാധനമാണ്. അത് ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ല വ്യൂ പോയി കണ്ടായിരുന്നു. ഇത്രയും പേരെ എക്സ്പെക്ട് ചെയ്യുന്നില്ലായിരിക്കും. ഇത്രയും വീഡിയോ ആവശ്യമാണ്. എല്ലാം അൺഫെയർ ആയിട്ടുള്ള പോകുന്നത്. പിന്നെ വന്നിട്ടുണ്ടല്ലേ.